ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കൊണ്ട് വരുന്നതിൻ്റെ കാര്യം ഇന്ന് വളരെ സന്തോഷത്തിലാണ്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ. കാരണം 8 വർഷം ഒരു മനുഷ്യനെ വേട്ടയാടി മനുഷ്യൻ്റെ കരിയറും ആ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു കേസായിരുന്നു. അതിൻ്റെ വിധി വന്നു. ദിലീപേട്ടനെ കോടതി വെറുതെ വിട്ടു. ഇതിൽ പ്രവർത്തിച്ച ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ പ്രവർത്തിച്ചവർക്കൊക്കെ ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയണം. സത്യമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ, സത്യമേവ ജയതേ. അതാണ് നമ്മുടെ നയം. അത് നമ്മുടെ രാജ്യം പറയുന്ന പോലെ തന്നെ സത്യത്തിൽ മാത്രം ജയിച്ചു. ദിലീപേട്ടനെ കോടതി വെറുതെ വിട്ടു. എനിക്ക് പറയാനുള്ളത്, ഈ ദിലീപേട്ടനെ കൊടുക്കാനായിട്ട് ഒത്തിരി പേര് കളിച്ചല്ലോ. ഇതിൽ അതിജീവിത ബന്ധപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യമാണ്, അതിജീവിത എന്ന് പറയുന്ന ആളെ ഇതിൻ്റെ അകത്ത് ബലിയാടാക്കി ദിലീപേട്ടനെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്ത കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ കാണാം ഇതിൻ്റെ പുറയിൽ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വരും. ആ വരുമ്പോൾ നമുക്ക് കാണാം ആരായിരുന്നു എന്നുള്ളത്. എനിക്ക് ദിലീപേട്ടനോട് ഒന്നേ പറയാനുള്ളൂ, ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ നിയമത്തിനെതിരാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ പറയണം, ദിലീപേട്ടൻ ഇത്രയും കൊല്ലം, 1-2 വർഷം, 8 കൊല്ലം, 1-2 വർഷം എന്നല്ല, ഒരു മനുഷ്യനെ ചെയ്യാത്ത കുറ്റത്തിന് 8 വർഷം ക്രൂശിക്കുക. 90 ദിവസത്തോളം നിങ്ങൾ 92 ദിവസം നിങ്ങൾ ജയിലിൽ കിടന്നു, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്. ഇതിന് ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടാക്കിയ ആരാണോ അവരെ വെറുതെ വിടരുത്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താണോ, നിയമപരമായി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കണം. ഒരു ആരാധകൻ എന്ന നിലയിൽ എൻ്റെ അപേക്ഷയാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇത്രയും വർഷം എല്ലാവരും കല്ലെറിഞ്ഞു. ദിലീപേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് പോലും എനിക്ക് അതിൻ്റെ നെഗറ്റീവാണ് വന്നത്. എൻ്റെ അച്ഛനെ തെറി പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും അതൊന്നും വിഷയമല്ല. എന്തായാലും സത്യോടെ ജയിച്ചു. അതാണ് വലുത്, അതാണ് വേണ്ടത്. നിങ്ങളാണ് ശരി, നിങ്ങൾ മാത്രമാണ് ശരി ദിലീപേട്ട.